ഹായ് ഓൾ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് സിമ്പിളായിട്ടൊരു നെല്ലിക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഞാനൊരു 600 ഗ്രാംസോളം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കുമ്പോൾ നമ്മളതിൽ എന്തിടണം? കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിക്കണം. നെല്ലിക്ക നമ്മളൊരു 10 മിനിറ്റ് തിളപ്പിക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു ക്രാക്ക് പോലെ കണ്ടില്ലേ ഈ നെല്ലിക്കയിൽ? ഇതുപോലെ ഒന്ന് അടന്നിങ്ങനെ വരും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ട് കുറച്ച് ഇതാറാനായിട്ട് വെക്കണം. ഇതുപോലെ ഒരു അരിപ്പിയിൽ നമ്മളിങ്ങനെ ഊറ്റിയെടുത്തിട്ട് നമുക്ക് നെല്ലിക്ക ഒന്ന് ആറാനായിട്ട് വിടണം. അപ്പോൾ നെല്ലിക്കയിലെ വെള്ളമൊക്കെ വാർന്ന് പോവുകയും ചെയ്യും. നെല്ലിക്ക ഒന്ന് ആറിയ ശേഷം നമുക്ക് ആ ഓരോ അതിൻ്റെ ഇതളും ഒന്നിങ്ങനെ പിച്ചിയെടുക്കാം. നെല്ലിക്ക ഒന്ന് ആറിയ ശേഷം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ഓരോ പീസായിട്ട് അടത്തിയാൽ വേഗം കിട്ടും. അതിന് സൈഡിൽ മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടാകുമ്പോൾ അതിലൊരു 8-10 വറ്റൽമുളക് ഇട്ട് ഒന്ന് വറുത്തെടുക്കണം, ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട്. എരിവൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ, കരിഞ്ഞു പോവാതെ നോക്കണം. ഇനി അതേ പാനിൽ 1 ടേബിൾ സ്പൂൺ ഉലുവ ഒന്ന് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം. ഉലുവ ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ അതിനെ ഈ മുളകിൻ്റെ കൂടെ മിക്സി ജാറിൽ കൊട്ടിയിട്ട് ചൂട് ചെറുതായിട്ടൊന്ന് കുറയുമ്പോൾ നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. ഈ നെല്ലിക്ക നമ്മൾ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അതിനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും അതിൽ ചേർത്തി കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി, പോരെങ്കിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിൽ 1.5 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല. കടുക് ഒന്ന് പൊട്ടിക്കഴിയാറാകുമ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ നിറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി അതിലൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഇതുപോലെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടുള്ളൂ നമ്മൾ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ. എണ്ണ ചൂടായിട്ട് തന്നെ ഉണ്ടാകും. എന്നിട്ട് ഈ ചൂട് എണ്ണയിൽ തന്നെ നമ്മൾ ആ നെല്ലിക്ക എടുത്ത് കൊട്ടി ഇളക്കണം. കടുക് പൊട്ടിയതും ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടുള്ളൂ. ഗ്യാസ് പിന്നെ ഓണിൽ വെക്കാനേ പാടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് ആറാനായിട്ട് വെച്ചിട്ട് ആറിയ ശേഷം ഒരു കുപ്പിയിലാക്കി വെക്കണം. ഇത് 2 ദിവസം കുപ്പിയിലാക്കി വെച്ചിട്ട് 3-ാം പക്കേ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടുള്ളൂ. ഈ നെല്ലിക്കയിൽ മസാലയൊക്കെ പിടിക്കാനുള്ള സമയം കൊടുക്കണമല്ലോ, അതിനാണ് 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ എല്ലാവരും. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.